മോഹൻലാൽ, മമ്മൂട്ടി ഈ രണ്ടുപേരും കഴിഞ്ഞാൽ OTT മാർക്കറ്റിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള നടൻ ആരാണ്? എനിക്ക് ഇപ്പോൾ OTT മാർക്കറ്റിനെ പറ്റി യാതൊരു ധാരണയുമില്ല. കാരണം ഞാൻ 2022 ഈ എന്നാൽ താൻ കേസോട് കഴിഞ്ഞ് ആഫ്രിക്കയ്ക്ക് പോയി. പിന്നെ ഈ ആഫ്രിക്ക ചെന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പലപ്പോഴും കണക്ടിവിറ്റി ഇല്ല. ഇവിടെ ഒരാൾ മരിച്ചെന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ തിരിച്ചു വരുമ്പോഴാണ്. പലപ്പോഴും കാണാറില്ല, തിരക്കിനിടയ്ക്ക് ഓടും. അന്നേരം ഈ ആ അറിവുകേട് എനിക്ക് ബൾട്ടിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്താണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ? പണ്ട് ഞാൻ ഖത്തറിലാകുമ്പോൾ എല്ലാ ആഴ്ചയിലും ഓടി വരും, വീക്കെൻഡ് ഇവിടെ ഉണ്ട്, സിനിമാക്കാരെയൊക്കെ കാണാറുണ്ട്, നമുക്ക് മാർക്കറ്റ് അറിയാറുണ്ട്. എന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ മൂന്നാമത്തെ ആർക്കാണ് ഏറ്റവും കൂടുതൽ? ലാലേട്ടനായിരിക്കും ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ. എങ്കിൽ പോലും എനിക്കതേപ്പറ്റി ഒരു വലിയ ധാരണ ഇല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, ബൾട്ടി എന്ന് പറയുന്ന സിനിമ ആരുമില്ല, നമ്മുടെ സുട്ടു മാത്രം വെച്ചുകൊണ്ടാണ് OTT വിറ്റേക്കുന്നത്. നല്ല വില കിട്ടിയിട്ടുണ്ട്. പെണ്ണും പൊറോട്ടും, ബൾട്ടി അല്ല, പെണ്ണും പൊറോട്ടും. ബൾട്ടി എന്നുള്ള പറയുന്ന സിനിമയുടെ OTTയും സാറ്റലൈറ്റും ഇപ്പോഴും നടന്നിട്ടില്ല. ഈ 2 ദിവസങ്ങളിൽ നടന്നിട്ടില്ല. അന്നേരം അത് അന്ന് വലിയ വില, നല്ല വില സോണി എന്നോട് വിളിച്ച് ഫോണിൽ സംസാരിച്ചാണ്. അന്ന് ഞാൻ ഒരു ബന്ധമില്ലാത്ത വലിയ വില ചോദിച്ചു. എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ലായിരുന്നു. അന്നേരം യാഥാർത്ഥ്യത്തിലേക്ക് എത്താതെ ഞാൻ എന്നാ പറയുന്നത് 14-16 കോടി ചോദിച്ചുകൊണ്ടിരുന്നു. അവർ 9.5 കോടിക്ക് വരെ എടുക്കാൻ റെഡിയായിരുന്നു.